അസ്സലാമു അലൈക്കും. ഷിർക്കിൻ്റെ ഡെഫിനിഷൻ, ഷിർക്കിൻ്റെ താരീഫ് എന്താണ്, ഷിർക്കിൻ്റെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുസ്ലിയാരുടെ ഒരു ചെറിയ വീഡിയോ ശകലം സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടത് ഫേസ്ബുക്കിലാണ്. അതിലദ്ദേഹം ചോദിക്കുന്നത് മുജാഹിദുകളോടാണ്. മുജാഹിദുകൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ പറയുമായിരിക്കാം. എങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ പല ആളുകളും കമൻറ്റുകളായും മറ്റൊക്കെ ചോദിക്കാറുള്ള കാര്യമാണ്, എന്താണ് ഷിർക്കിൻ്റെ ഡെഫിനിഷൻ, താരീഫ്, എന്താണ് ഷിർക്കിൻ്റെ നിർവചനം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് പ്രമാണങ്ങളിലൂടെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകരും പഠിപ്പിക്കുന്ന ഷിർക്കിൻ്റെ നിർവചനം എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം ആ ഉസ്താദ് ചോദിക്കുന്ന ആ ചോദ്യം നമുക്കൊന്ന് കേട്ടുവരാം. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത്, വളരെ വിനയത്തോടുകൂടെയും ചോദിക്കുകയാണ്. നിങ്ങള് വർഷങ്ങളായി ഈ കേരളത്തിലെയും ലോകത്തെ മുഴുവൻ സുന്നികളായ മുസ്ലിമീങ്ങളെയും മുശ്രിക്കാക്കുകയാണ്. ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത് തന്നെ മുജാഹിദ് സഹോദരങ്ങളോടാണ്. വളരെ വിനയത്തോടെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ മുജാഹിദ് സഹോദരങ്ങളൊക്കെ ഇവിടെയുള്ള സാധാരണ സുന്നികളെയൊക്കെ മുശ്രിക്കാക്കുകയാണെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹം പറയുന്ന ഈ ആരോപണം അത് തെറ്റാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ് നിരത്തിക്കൊണ്ട് തന്നെ നമുക്ക് മറുപടി പറയാം. എന്തായാലും ഉസ്താദ് കുറച്ചുകൂടെ പറയട്ടെ. ഒരാൾ മുശ്രിക്കാകണമെങ്കിൽ ഷിർക്ക് ചെയ്യണം, ഷിർക്ക് എന്ന വൻ കുറ്റം ചെയ്യണം. അപ്പൊ ഞാൻ വിനയത്തോടെ ചോദിക്കുന്നു, എന്താണ് ഷിർക്ക്? അദ്ദേഹം വിനയത്തോട് ചോദിക്കുന്നത് എന്താണ് ഷിർക്ക് എന്നുള്ളതാണ്. അപ്പൊ ഷിർക്ക് എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാനിട്ടാണോ അതോ ഇനി അവർക്ക് അറിയുമോ എന്ന് നോക്കുകയാണോ എന്നറിയില്ല. ഇതിങ്ങനെ ഇടയ്ക്ക് നിർത്തി പറയുമ്പോൾ ആർക്കും ഒന്നും തോന്നരുത്, സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്തായാലും ഉസ്താദ് കുറച്ചുകൂടെ പറയട്ടെ. ഷിർക്കിന്റെ ഡെഫിനിഷൻ, ഷിർക്കിന്റെ ക്ലാരിഫിക്കേഷൻ, ഷിർക്കിന്റെ താരീഫ് നിങ്ങൾ പ്രമാണബന്ധിതമായിട്ട് ഒന്ന് പറയുമോ? അവിടെ മുജാഹിദ് സഹോദരങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പ്രമാണ ബന്ധിതമായിട്ട് ഒന്ന് പറയുമോ എന്നുള്ളതാണ്. അവർ പറഞ്ഞോ പറയില്ലേ അതൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഉസ്താദ് പറയും. ഇതിന്റെ അവസാന ഭാഗത്ത് രസകരമായ സംഭവമുണ്ട്, അതോടുകൂടെ തീരുന്നതാണ്. എങ്കിലും നമുക്ക് ഷിർക്കിന്റെ ഡെഫിനേഷൻ പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹായ ഹദീസ് കൊണ്ടും വിശദീകരിക്കാവുന്നതാണ്. സമൂഹത്തിനൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷിർക്കിന്റെ നിർവചനം ഒന്ന് പറയും. ഇന്നതാണ് ഷിർക്ക്, ഇത് ചെയ്താലാണ് മുശ്രിക്കാക്കുക എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായി. ഇത് നിങ്ങൾ അഭൗതികമായ രൂപത്തിലുള്ള വിശ്വാസവും തേട്ടവുമാണ്, ആ നിലക്കുള്ള സഹായത്തിനുള്ള വിശ്വാസവും തേട്ടവും ഒക്കെയാണ്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ഒരുവിധം തീരുമാനമാവുന്നതാണ്. എങ്കിലും അദ്ദേഹം പറയട്ടെ, അതിന് മറുപടി പറയാം. അതിനുശേഷം നമുക്ക് ഹദീസും ആയത്തും പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ ബദറിൽ മലായിക്കത്ത് ഇറങ്ങിയിട്ട് ബദരീങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അത് അഭൗതികമല്ലേ? അപ്പൊ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിച്ച ഗ്രന്ഥമാകില്ലേ? ഏതായാലും അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ ശിർക്ക് എന്താണെന്ന് ദയവ് ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരങ്ങളെ ഒന്ന് വിശദീകരിച്ചു തരും. അത്രയ്ക്ക് വിനയാന്വിതനായിക്കൊണ്ട് വളരെ വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്താണ് ഷിർക്കിന്റെ നിർവചനം, ഡെഫിനിഷൻ അല്ലെങ്കിൽ താരീഫ്. ഓക്കെ, അതിനിടയ്ക്ക് അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കില്ലേ, ബദർ യുദ്ധത്തില് മലായിക്കത്ത് ഇറങ്ങി അഭൗതികമായ ഒരു കാര്യമാണെങ്കിൽ അത് ഷിർക്കല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് മുസ്ലിയാരെ താങ്കൾക്ക്, ഉസ്താദെ താങ്കൾക്ക് എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ് എന്നും അറിയാതെ പോയതിൻ്റെ ആ ഒരു കാര്യമുള്ളത്. പ്രിയമുള്ളവരെ, ബദറിൽ മലായിക്കത്ത് ഇറങ്ങിയെങ്കിൽ ആ മലായിക്കത്തിനെ ആരും അവിടെ വിളിച്ചു വരുത്തിയിട്ടില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹുവിന്റെ ഹബീബ് ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവോട് തേടുന്നുണ്ട്. ആ തേട്ടത്തിന് മലായിക്കത്തിനെ ഇറക്കി എന്നുള്ളത് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോ അള്ളാഹുവോട് ചോദിച്ചിട്ട് അള്ളാഹു ഏത് വിധേന സഹായിച്ചോ എന്നുള്ളതല്ല, അള്ളാഹുവോടായിരിക്കണം തേട്ടം. സഹായം പല രൂപത്തിൽ അള്ളാഹു നൽകും. ഓക്കെ, അത് ബുദ്ധിബോധമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി എന്താണ് ഷിർക്കിന്റെ നിർവചനമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസിലൂടെയും അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബും പഠിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.
ഇവിടെ ഉസ്താദ് ചോദിച്ച ചോദ്യം വ്യക്തമാണ്. എന്താണ് ഷിർക്കിന്റെ നിർവചനം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് മറുപടിയും വളരെ വ്യക്തമാണ്. ഷിർക്കിന് മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന, ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഒരു വാക്ക് എന്നുള്ളത് പങ്കു ചേർക്കുക എന്നുള്ളതാണ്. സർവശക്തനായ അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽ, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവനുമായി ഏതെങ്കിലും രീതിയിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളെ ഇലാഹാണ് എന്ന വിശ്വാസത്തിലല്ല വിളിച്ചു തേടുന്നത്, അതുകൊണ്ട് അത് ഷിർക്ക് വരില്ല എന്നാണ് ഒരു വിഭാഗം പറയാറുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഇലാഹല്ല എന്ന വിശ്വാസത്തിൽ വിളിച്ചു തേടിയാൽ അത് ഇലാഹാക്കലായി. എങ്ങനെയാണ്? അള്ളാഹുവിന് കൊടുക്കേണ്ട താഴ്മയോടെയുള്ള വണക്കം, അള്ളാഹുവിൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ വകവെച്ച് കൊടുക്കല്, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു ഉത്തരം ചെയ്യും പോലെ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തിൽ ആരെ വിളിച്ചു തേടിയാലും അവരെ ഇലാഹാക്കലായി. അപ്പോൾ ഇവർ പറയും ഇലാഹ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഇലാഹാക്കാൻ കഴിയില്ല എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ഇലാഹ് എന്ന വാക്കിന് ആലിഹ, ഇലാഹുകൾ എന്നുള്ള ആ ഒരിത്. അള്ളാഹുവിൻ്റെ റസൂല് മക്ക മണലാരണ്യത്തിൽ വന്നിട്ട് തൗഹീദി വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് മക്ക നിവാസികളെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ അവർ ഒരുപാട് ദൈവങ്ങൾ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ദൈവങ്ങൾക്ക് റുബൂബിയത്ത് വകവെച്ച് നൽകിയിരുന്നില്ല, ഉലൂഹിയത്താണ് വകവെച്ച് നൽകിയത്. എന്താണ് റുബൂബിയത്ത്? ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന റബ്ബ് എന്ന ആ ഒരു പവർ, ആ ഒരു അധികാരം, അത് അവരും ഇവരും ഇനി മറ്റേതെങ്കിലും വിഭാഗം ഉണ്ടെങ്കിലും അവരെല്ലാം ഒരു സൃഷ്ടാവ് എന്നുള്ള ആ ഒരു പരിഗണന റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നൽകുന്നുണ്ട്. പിന്നെ എവിടെയാണ് അവർക്കൊക്കെ പിഴച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളെ സഹായിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത, അള്ളാഹു ഇങ്ങനെ കഴിവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്, അവരെ വിളിച്ചു തേടുക എന്നുള്ള ആ ഒരു വികലമായ വിശ്വാസപ്രകാരം, ആ ഒരു പിഴച്ച വിശ്വാസത്തിൽ അവർ വിളിച്ചു തേടുമ്പോഴാണ് അവിടെ ഷിർക്ക് സംഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിശോധിക്കാം എവിടെ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറ ഫാത്തിറിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഇൻ തദ്ഉഹും, നിങ്ങൾ ദുആ ചെയ്യുന്നവർ, ലാ യസ്മഉ ദുആഅക്കും, അവർ ആ ദുആ കേൾക്കൂല, വലൗ സമിഉ, കേൾക്കുമെന്ന് കരുതിയാൽ തന്നെ, മസ്തജാബുലക്കും, അവർ ഉത്തരവും നൽകില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് നിങ്ങൾക്ക് ആയത്ത് കാണാൻ കഴിയും. നിങ്ങൾ ചെയ്ത ഷിർക്കിനെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ, പരമോന്നത കോടതിയായ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോൾ അവർ നിഷേധിച്ച് തള്ളുന്ന, അവിടെ ഷിർക്കിനെ നിഷേധിച്ച് തള്ളും എന്ന് തന്നെയല്ലേ പറയുന്നത്? ഇനി ഷിർക്കിന്റെ ഡെഫിനേഷൻ നോക്കി ഇങ്ങനെ നടക്കണോ മുസ്ലിയാരെ, അല്ലേ? ഇനി ഒരു ആയത്ത് കൂടി പരാമർശിച്ചുകൊണ്ട് ഷിർക്കിന്റെ രണ്ട് തരങ്ങളും കൂടി ഒന്ന് പറഞ്ഞു പോകാം. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് അന്നിസായിലെ 48-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നു, തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതിനുശേഷം മുസ്നദ് അഹമ്മദിലെ ഒരു ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് ഷിർക്കിനെ പണ്ഡിതന്മാർ രണ്ടായി തരംതിരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്രയും വലിയ ഒരു കാര്യമായതുകൊണ്ടാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥന, മറ്റുള്ള കാര്യങ്ങൾ, അത് വലിയ ഷിർക്കെന്നും, അതുപോലെ ലോകമാന്യം, റിയാ പോലെയുള്ള ആളുകളെ കാണിക്കുവാനുള്ള ചില അമലുകൾ ചെയ്യുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അതിനെ ചെറിയ ഷിർക്കെന്നൊക്കെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് മുസ്നദ് അഹമ്മദിൽ 23,630 ഹദീസ് ആയിക്കൊണ്ട് ഈ രണ്ട് തരംതിരിവിനെ കുറിച്ച് വ്യക്തമായ ഹദീസ് ഉണ്ട്. അതാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇനി ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി വന്ന് ചോദിക്കുന്ന ഷിർക്കിന്റെ നിർവചനം പഠിപ്പിക്കുന്ന ആ ഒരു കാര്യമുണ്ട്, നമുക്കതൊന്ന് നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്കിനെ ഏറ്റവും വലിയ പാപമായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഹദീസുകൾ താഴെ പറയുന്നവയാണ്. ഏറ്റവും വലിയ പാപം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു പ്രശസ്ത ഹദീസ് ഇങ്ങനെ കാണാം. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്? പ്രവാചകൻ അദ്ദേഹത്തോട് മറുപടി നൽകുകയാണ്, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അവന് സമന്മാരെ, പങ്കാളികളെ ഉണ്ടാക്കലാണ്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസാണ്.
ഈ ഹദീസിനെയാണ് ഷിർക്കിന്റെ ഏറ്റവും വലിയ നിർവചനമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി രഹസ്യമായ ഷിർക്ക്, ചെറിയ ഷിർക്ക്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കിനെയാണ്. അനുചരന്മാർ ചോദിക്കുകയാണ് പ്രവാചകനോട്, അള്ളാഹുവിന്റെ ദൂതരെ ഏതാണ് അല്ലെങ്കിൽ എന്താണ് ചെറിയ ഷിർക്ക്? പ്രവാചകൻ പറഞ്ഞു, അത് റിയാ, ലോകാരാധന, ആളുകളെ കാണിക്കാൻ വേണ്ടി പുണ്യം ചെയ്യലാണ്. അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് തന്നെയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ പറഞ്ഞത്. നാശത്തിലേക്ക് നയിക്കുന്ന പാപം, നാശമുണ്ടാക്കുന്ന 7 വൻപാപങ്ങളെ നിങ്ങൾ വെടിയുക എന്ന് പ്രവാചകൻ പറഞ്ഞതിൽ ഒന്നാമതായി എണ്ണിയത് അള്ളാഹുവോട് പങ്കുചേർക്കൽ, ഷിർക്ക് ആണ്. സ്വഹീഹ് ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തില് ഷിർക്ക് എന്താണെന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഷിർക്കിന്റെ നിർവചനം ചോദിച്ചും കൊണ്ട് എടുക്കുന്ന ഉസ്താദെ, നിങ്ങൾക്കൊക്കെ കുറച്ച് ആ ക്ഷീണം മാറാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം എന്താണ് ഷിർക്ക് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബും പഠിപ്പിച്ച് തന്നു കഴിഞ്ഞു. എന്നിട്ട് പിന്നെയും ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച് നടക്കുന്ന പൗരോഹിത്യമേ, നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ, മുജാഹിദേ, ഷിർക്കിന്റെ താരീഫ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, നിർവചനം എന്താണ് എന്ന് ചോദിച്ച് നടക്കുന്ന നിങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട് ഉസ്താക്കന്മാരെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വീഡിയോ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്താണ്. ഈ ചാനലിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചു, എന്താണ് വീഡിയോ ചെയ്യലൊക്കെ നിർത്തിയോ എന്ന് ചോദിച്ചു. നിർത്തിക്കല്ല, തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു നിർത്തലായിരുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്ന് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.